അങ്ങനെ കുളിച്ച് റെഡിയായി ആ പമ്പിൽ നിന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 1200 കിലോമീറ്ററോളം ഓടാണ്ട്. ഇപ്പൊ മൊത്തത്തിൽ 2400 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. ഇനി വെസ്റ്റ് ബംഗാൾ തന്നെ കുറെ ദൂരമുണ്ട്. അതിനുശേഷം അസം, പിന്നെ നാഗാലാൻഡ്. വണ്ടിക്ക് അതുപോലെ ചെറിയൊരു പ്രശ്നം വന്നു. അതായത് ഈ ഇതുണ്ടല്ലേ, ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഓയിൽ സീൽ പോയതാ തോന്നുന്നത്. ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. മറ്റേതിന് അപ്പുറത്ത് പ്രശ്നമില്ല, ഇതിന് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അത് കംപ്ലൈന്റ് വരാനുള്ള കാരണം എന്താ വെച്ചാല്, രാത്രി ഓടുമ്പോ പല സ്ഥലങ്ങളിലും ഈ പിന്നെ ചെറിയ ടൗണൊക്കെ വരുന്ന സ്ഥലത്ത് അമ്പുകളുണ്ട്. അതുപോലെ ചെറിയ കുഴികള് പെട്ടെന്ന് കാണൂല രാത്രി ആയതുകൊണ്ട്. പകലാണെങ്കിൽ കാണും, രാത്രി കാണാത്തോണ്ട് ഇങ്ങനെ കുണ്ടിലൊക്കെ ചാടിയിട്ടാണ് അത് അങ്ങനെ വരാൻ കാരണം. ഇപ്പൊ ഇന്നലെ മുതലാണ് കാണാൻ തുടങ്ങിയത്. പോകുന്ന വഴിയിലൊരു മാർക്കറ്റ് കണ്ടു. സുൽത്താൻപൂർ വസന്തപൂർ എന്നാണ് ഇവിടുത്തെ സ്ഥലപ്പേര്. അപ്പൊ ഈ മാർക്കറ്റൊക്കെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചു. മാർക്കറ്റ് രാവിലെ തന്നെ സജീവാട്ടോ. ഇഷ്ടം പോലെ ആളുകളാണ്. കണ്ടില്ല, നല്ല ഫ്രഷ് പച്ചക്കറികളാണ്. പലതരം ചീരകള്, ഇലകള്, പച്ചക്കറികള്, വെണ്ടക്ക, പയറ്. അയ്യാ, ഇതെന്താ സാധനം? ഇത് ഇതുവരെയായിട്ട് കാണാത്തൊരു സാധനമാണല്ലോ. ആകെ തിരക്കും ബഹളമാണ്. ഫുള്ള് പച്ചക്കറികളാണ്. ഇത് ഇല ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ. മുളപ്പിച്ച പയറുകളൊക്കെ ഉണ്ടല്ലോ. മീനാണ്, അടിപൊളി മീനുകളുണ്ട് കേട്ടോ. വലിയ വലിയ മീനുകളുണ്ട്. മീന കട്ട് ചെയ്യണുണ്ടല്ലേ. ഫുള്ള് മീനാണ് ഇവിടെ. വേറെ കത്തിയൊക്കെ കണ്ടില്ലേ, കട്ട് ചെയ്യണ കത്തിയൊക്കെ ഒരു ഐറ്റംസ് കത്തിയാണല്ലോ. കിടക്കുന്ന മീനുകളാട്ടോ ഒക്കെ. ഇത് കട്ടിലാണ് കേട്ടോ. ഇതിന് 250 രൂപയാണ് കിലോന് എന്നാ പറഞ്ഞത് ഭയ്യ. മീനിന്റെ ലോകാണ് ഇവിടെ. ഓ കണ്ടില്ലേ, ഫുള്ള് മീനാട്ടോ. ആ വരി അങ്ങനെ പോവാണ് മീനിന്റെ. ഫുള്ള് വരെ കത്തി കണ്ടാ തന്നെ പേടിയാവും. മീനിന്റെ വില 150 രൂപ കേട്ടോ. ഇതിനൊക്കെ ജീവുണ്ട് ഈ മീനിനൊക്കെ. സ്ത്രീകളാണ് കച്ചവടക്കാർ ഇവിടെ. കണ്ടില്ലേ, ഒക്കെ കായൽ മീനുകളാണ്. ഫുള്ള് കായൽ മീനുകളാ. ഭയ്യ കട്ട് ചെയ്യുന്നുണ്ടല്ലേ. ഇവർക്കെല്ലാവർക്കും മീൻ നിർബന്ധം തോന്നുന്നത്. അത്രക്കും മീനും ഉണ്ട്, ആളുകളും ഉണ്ട്. ചിക്കനാണ്. ഏക്കിത്തിനാ ഹൗ മച്ച് പ്രൈസ്? ഹൗ മച്ച് പ്രൈസ്? പ്രൈസ് ഹൗ മച്ച്? ഹൗ മച്ച്? നീ ചെയ്യേ. സോറി. ഐറ്റംസുകളാണ് ഇവിടെയൊക്കെ. പലതരം കൊട്ടകൾ. ഇതാ ഇവിടെ ഇപ്പുറത്ത് വലകളൊക്കെ ഉണ്ട് കേട്ടോ. വലകൾ കണ്ടില്ലേ, മീൻ പിടിക്കാനുള്ള വലകള്. നാടൻ കോഴികളാണ്. ഭയ്യാ കിतना प्राइस? കിലോ കിतना? എന്തൊക്കെ പറയണാവോ, റേറ്റ് ഒക്കെ പറയണ്ട്, പക്ഷെ അറിയണില്ല. നാടൻ കോഴികൾ, ചെറിയ കോഴി കുട്ടികൾ വരെ ഉണ്ട്. കണ്ടില്ലേ, കാലൊക്കെ കെട്ടി വെച്ചാണ് കുട്ടികളെ. നാടൻ കോഴികളാട്ടോ ഫുള്ള്. ഇപ്പുറത്തെ താറാവുകള് ഇത് കണ്ടില്ലേ, കൊട്ടയിലൊക്കെ താറാവുകളാണ്.
ഇതിൻ്റെ ഉള്ളിൽ താറാവാണ്. ₹100 ഒരു കോഴീന്റെ റേറ്റ്. നാടൻ കോഴിയാണ്. ഉരുളൻകിഴങ്ങിന് കിലോയ്ക്ക് ₹32 പറഞ്ഞു. വല്ലുള്ളിക്ക് ₹50. അതാണ് ഇതിന്റെ പ്രൈസ് ഇവര് പറയണത്. ഇലകളൊക്കെ കണ്ടിട്ടത് എന്താ ചെരങ്ങേന്റെ ഇല, മത്തന്റെ ഇല, അങ്ങനെന്തോ ഒരു ഇലയൊക്കെയാണ്. മത്തനല്ല, വേറെന്തോ ഒരു സാധനത്തിന്റെ ഇലയാണിത്. മാർക്കറ്റിന്റെ മൊത്തം കാഴ്ച കേട്ടത്. ഞാൻ ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ മുകളിൽ കയറിയിട്ട് അപ്പൊ വീഡിയോ എടുക്കണത്. ഏകദേശം മൊത്തമായിട്ട് ഇവിടുന്ന് കിട്ടും. ആളുകൾ തിരക്കണ കണ്ടില്ലേ, എന്താ തിരക്ക്. തൊട്ടപ്പുറത്ത് ചെറിയൊരു തടാകം ഉണ്ട് കേട്ടോ. അപ്പുറത്ത് ബാക്കിൽ കാണുന്ന കണ്ടില്ലേ, അവിടെ ചെറിയൊരു തടാകമൊക്കെ ഉണ്ട്. അങ്ങനെ മാർക്കറ്റ് കാഴ്ചകളൊക്കെ കണ്ടു പോവുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം വൈകും. വെസ്റ്റ് ബംഗാളിൽ തന്നെ ഉണ്ടോ. ഇപ്പൊ ഹൗറ ഡിസ്ട്രിക്റ്റിലാണ്. ഇവിടെ ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറിയതാണ്. അപ്പൊ ചായ ഒക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നൗപാല എന്നാണ് ഇവിടുത്തെ സ്ഥലപ്പേര്. ഹൗറ ഡിസ്ട്രിക്റ്റ് ആണ്. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കുറച്ച് വലത്ത് ഭാഗത്തേക്ക് ഒരു 8 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാല് വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും പ്രശസ്തമായ ഹൗറ ബ്രിഡ്ജ് കാണാം. പക്ഷെ അത് വേറെ റൂട്ടില് പോകണം. ഞാൻ ആ റൂട്ടിലല്ല പോണത്, നേരെ ഹൈവേ കൂടെയാണ് പോണത്. അപ്പൊ തൽക്കാലം ഞാൻ അവിടെ പോണില്ല. ഇത് 1943 ഉണ്ടാക്കിയിട്ടുള്ളത്. ഉരുക്ക് ബ്രിഡ്ജാണ്. 2 നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അത് പിന്നൊരു അവസരത്തിൽ പോവാ. ഇപ്പൊ തൽക്കാലം ഞാൻ പോണില്ല. ഈ പാലത്തിനപ്പുറം കടന്നു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള കൊൽക്കത്തയിലെത്താം. കൊൽക്കത്തയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ റൂട്ടിൽ പോവണ്ടെന്ന് വെച്ചത്. ഞാൻ വരുന്ന വഴിക്ക് മിസ് ചെയ്ത പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പൊ ഈ ഹൗറ ബ്രിഡ്ജ്. അതുപോലെ തന്നെ ഒഡീഷയിലെ കൊണാർക്ക് ക്ഷേത്രം, പിന്നെ പുരി, അതുപോലെ വിശാഖപട്ടണം ഹാർബർ, അതൊക്കെ മിസ് ചെയ്തു. പക്ഷെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളതാണ് കൊണാർക്ക് ക്ഷേത്രം, ഈ ഹൗറ ബ്രിഡ്ജും. അതൊക്കെ ഹൈവേന്ന് കുറച്ച് മാറി പോണം. പിന്നെ ശുഭൻ സിംഗ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത് ഇതിലെങ്ങനെ പോവുകയായിരുന്നു. അപ്പൊ എന്നെ കണ്ടപ്പോ ഈ വണ്ടി കണ്ടു, കേരള വണ്ടിയാണെന്ന് പറഞ്ഞാണ് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നിട്ട് ഇപ്പൊ കണ്ട് പരിചയപ്പെട്ടതാണ്. യുപിയിലുള്ള ആളാണ്, ഇവിടെ വെസ്റ്റ് ബംഗാളിലാണ് ജോലി ചെയ്യുന്നത്, ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പൊ കൃഷ്ണനഗർ സിലിഗുരി റൂട്ടാണിത്. നല്ല അടിപൊളി ഹൈവേ ആണ്. ഹൈവേന്റെ നടുക്ക് കൂടെ ഒക്കെ പുല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല റോഡാണ്, പുതിയതായിട്ട് ഉണ്ടാക്കിയ റോഡാണിത്. ഒന്നും നോക്കാനില്ല, നേരെ ഇങ്ങോട്ട് ഓടിച്ചു വിട്ടാൽ മതി. അത്രയ്ക്ക് നല്ല അടിപൊളി ഹൈവേ ആണ്. ബംഗാളിലെ സാധാരണ ഒരു സ്ഥലം കേട്ടോ. ഈ ഭാഗത്തൊക്കെ കുറച്ച് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സിലിഗുരി ഭാഗത്തേക്ക് പോകുന്തോറും കുറച്ചൊക്കെ വൃത്തിയുള്ള ഏരിയയാണ്. ആ ഭാഗമാണ് സിലിഗുരി. ഇവിടെ ഒരു 4:45 തന്നെ ഇരുട്ടായിട്ടുണ്ട്. കണ്ടില്ലേ, 5 മണി കാണുന്നതിന്റെ മുന്നേ ഇരുട്ടായി. രാത്രിയായി. വെസ്റ്റ് ബംഗാളിൽ തന്നെ ഉള്ളൊരു മൻകര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അവിടെ ടെൻ്റൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തൊരു ഹോട്ടലുണ്ട്. അവിടെ പോയിട്ട് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയൊക്കെ കഴിച്ചിങ്ങനെ വരികയാണ്. ഇപ്പൊ ഇന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു 230 കിലോമീറ്റർ ഉണ്ട്. ഗോരഖ്പൂർ അല്ല കേട്ടോ, യുപിയിലുള്ള ഗോരഖ്പൂർ അല്ല, ഇത് ഗോരഖ്പൂർ എന്ന് പറഞ്ഞ വെസ്റ്റ് ബംഗാളിലുള്ള ഒരു സ്ഥലമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം 1200 കിലോമീറ്ററോളം ഉണ്ട്.
നാഗാലാൻഡിലെത്താൻ, ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക്. പിന്നെ ഇവിടെ നല്ല തണുപ്പാട്ടോ, ഒരു 5 മണിക്കൊക്കെ ശേഷം അത്യാവശ്യം നല്ല തണുപ്പാണ്. ഈ കൊൽക്കത്തക്ക് ശേഷം ഈ സിലിഗുരി ഭാഗത്തേക്കുള്ള സ്ഥലങ്ങളൊക്കെ മൊത്തത്തിൽ ഭയങ്കര മാറ്റാട്ടോ. എന്താന്ന് വെച്ചാൽ കുറച്ച് വൃത്തിയൊക്കെ കൂടുതലാണ്. ആളുകളായാലും അവരുടെ വീടുകളും ചുറ്റുപാടുകളും പരിസരങ്ങളൊക്കെ ഭയങ്കര വൃത്തിയുണ്ട്. പക്ഷെ ഈ വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്തേൻ്റെ അവിടുന്ന് അങ്ങോട്ട്, അതായത് തമിഴ്നാട്, ഒഡീഷ, ആന്ധ്ര, ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് തീരെ വൃത്തി കുറവാണ്. അപ്പോൾ ഇവിടെ ഉണ്ടോ ഞാൻ ടെൻ്റ് അടിച്ചത്. ഈ ഭായിമാരൊക്കെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഇതവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.